നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഭിന്നശേഷി മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഹെലൻ കെല്ലർ അവാർഡ് ജേതാവ്, ദേശീയ തലത്തിൽ ഭിന്നശേഷി മേഖലയിൽ പ്രത്യേകിച്ച് ലക്ഷദ്വീപിൽ ഭിന്നശേഷി കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ആ കുട്ടികളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട്, ആ കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ വെല്ലുവിളികളെയും അതേപോലെയുള്ള വൈകല്യങ്ങളെയും ഒക്കെ തന്നെ ആത്മവിശ്വാസത്തിലൂടെ മറികടന്നുകൊണ്ട് അത് ദൈവം തന്ന അനുഗ്രഹമായിട്ട് കണ്ടുകൊണ്ട് അതിനെ മറികടന്ന ഉമറുൽ ഫാറൂഖാണ് എന്നോടൊപ്പം ഉള്ളത്. വളരെ കൃത്യതയാർന്ന ജീവിതത്തിലൂടെ എല്ലാ വെല്ലുവിളികളെയും മറികടന്നുകൊണ്ട് ഒരു കുടുംബജീവിതം, അത് കഴിഞ്ഞ് ജോലി, സർക്കാർ പരീക്ഷയിൽ വിജയിച്ചുകൊണ്ട് ലക്ഷദ്വീപിലെ ലൈബ്രറിയനായി ജോലി നേടിക്കൊണ്ട് എല്ലാവർക്കും ഒരു മാതൃകയായ ഉമറുൽ ഫാറൂഖാണ്. ഉമറുൽ ഫാറൂഖ്, നമസ്കാരം. നമസ്കാരം. പിന്നെ ഈ ഹെലൻ കെല്ലർ അവാർഡ് അത് കിട്ടിയപ്പോൾ എന്താണ് ഇപ്പോഴുള്ളൊരു മാനസികാവസ്ഥ? അത് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞ പ്രവർത്തനം വളരെ വിശാലമായ പ്രവർത്തനങ്ങളൊന്നുമല്ല. ഇത് കിട്ടിയപ്പോൾ എൻ്റെ പ്രവർത്തനത്തെ കുറച്ചും കൂടി ഊർജ്ജലമാക്കാനും ആത്മാർത്ഥതയും കുറച്ചുകൂടി ശക്തമായ ആത്മാർത്ഥതയോടുകൂടി കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഈ അവാർഡിനെ ഞാൻ കാണുന്നത്. നമുക്ക് ഉള്ള ഈ ശാരീരികമായ ആവശ്യതകൾ അത് ഏതെങ്കിലും ഘട്ടത്തിൽ മാനസികമായി തളർത്തിയിരുന്നു? അതായത് എനിക്ക് ഇനി ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല, അങ്ങനെ ഒരു തോന്നൽ ഏതെങ്കിലും ഘട്ടത്തിൽ വന്നിരുന്നു? പഠിക്കുന്ന കാലഘട്ടത്തിൽ പരാജയപ്പെടുമ്പോൾ, സ്കൂൾ ലൈഫിൽ കൂടുതലും വിജയിച്ച് കയറാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ പല സമയത്തും തോന്നിയിരുന്നു. പഠിക്കാൻ പറ്റാത്ത കുറേ കാരണങ്ങളുണ്ടായിരുന്നു. ആ കാരണങ്ങളിലൂടെ ഇനി വളരെ ബുദ്ധിമുട്ടാണ്, പിന്നെ എങ്ങനെ ജീവിച്ചു പോകുമെന്നൊക്കെ തോന്നിയിരുന്നു ഒരു കാലം, പഠിക്കുന്ന കാലഘട്ടം. അതല്ല, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ശാരീരികമായ ചില അവശതകൾ അത് മറികടന്നു. ഫാറൂഖ് വളരെ വിജയകരമായി മറികടന്നു. പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ ഇതെൻ്റെ ജീവിതം തളർത്തു, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, മറ്റുള്ളവരെ പോലെ എനിക്ക് ജീവിതം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഒരു തോന്നിയ നിരാശ തോന്നിയ ഏതെങ്കിലും ഘട്ടം ഉണ്ടായിരുന്നു? അത് അങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് പഠിത്ത കാലഘട്ടത്തിൽ എനിക്ക് നന്നായിട്ട് അസ്വസ്ഥത ഉണ്ടായിരുന്നു. അത് ചെറിയ പ്രായത്തിൽ വളരെ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ഇടുങ്ങിയ മനസ്സുള്ള ആളുകളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ ആൾക്കാരെ നോട്ടവും ഇതൊക്കെ കണ്ടപ്പോൾ തോന്നിയ ഘട്ടത്തിൽ നിന്ന് എൻ്റെ പഠനം അത് മാറ്റിയെടുത്തു. അതാണ്, അങ്ങനെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസം ഏതുവരെ എത്തി? വിദ്യാഭ്യാസം PG വരെ പഠിച്ചു. ഏതാ PG? MCOM കഴിഞ്ഞു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് വിവാഹം വളരെ വേഗത്തിൽ നടന്നു, അതോ പെൺകുട്ടി താല്പര്യപ്പെട്ടുകൊണ്ട് വന്നാണ്? താല്പര്യപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ട് തേടി വന്നാണ്, നമ്മുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അത് വളരെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായി, നല്ലൊരു വഴിത്തിരിവാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായി. ഫാറൂഖിന് എത്ര കുട്ടികളാണ് ഉള്ളത്? ഒരു മോളുണ്ട്, 6 വയസ്സായി. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? UKG. അവിടെയാണ്, ലക്ഷദ്വീപിലാണ്. ദ്വീപിലാണ്. ഏതായാലും ദ്വീപ് അന്തറത്തിലാണ് ജോലി ചെയ്യുന്നത്. കുടുംബം കവരത്തി തന്നെ. ഗവൺമെന്റ്. എത്ര ടൈം എടുക്കും കവരത്തിൽ നിന്ന് ആന്ധ്രത്തിലേക്ക്? ഒരു 3-3.5-4 മണിക്കൂർ വെസൽസിലും, കപ്പലിൽ ഒരു 6 മണിക്കൂറൊക്കെ വേണം എടുക്കും. അപ്പോൾ യാത്രയൊക്കെ സുഖമായിട്ട് പോകും? യാത്ര ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ യാത്രയിൽ കുറച്ചും കൂടി ടെക്നോളജി വന്നതുകൊണ്ട് തന്നെ കൂടുതൽ പെട്ടെന്ന് എത്താനും. കപ്പല് ഈ കടല് പ്രക്ഷുബ്ധമാകുന്ന സമയത്ത് ഈ ഭിന്നശേഷിയിലുള്ള ആളുകൾക്ക് കപ്പലിൽ നിന്ന് ഇറങ്ങാനും കയറാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് അവിടെ? ഇല്ല, കുറേ കൂടി പോരാ എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. എന്നിരുന്നാലും ദ്വീപിൻ്റെ സാഹചര്യത്തിൽ കുറേ കൂടി വാർഫുള്ള സ്ഥലത്ത് വാർഫിലൂടെയും അല്ലാത്ത സ്ഥലത്ത് ബോട്ടിൽ കൂടി തന്നെ ഇറങ്ങണം. അത് വളരെ ദയനീയാവസ്ഥയാണ്. അത് നിലവണ്ണം നടക്കുന്നില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. പ്രയാസപ്പെടുന്നു സ്വാഭാവികമായിട്ടും. വീൽ ചെയർ ഉപയോഗിക്കുന്നവരും അല്ലെങ്കിൽ കാലിന് ബുദ്ധിമുട്ടുള്ളവരും ഫിസിക്കലി ചാലഞ്ചുള്ള കുട്ടികൾക്ക് ലക്ഷദ്വീപിലെ യാത്രകളിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ ലക്ഷദ്വീപിൽ കുറേ ആളുകൾ ഉന്നതമായ മേഖലയിൽ എത്തുന്നുണ്ട്. വലിയ അവസ്ഥയിലും ഡൽഹിയിലൊക്കെ തന്നെ നല്ല ക്യാമ്പസുകളിലൊക്കെ നന്നായിട്ട് പഠിച്ചു പോകുന്നുണ്ട്. പക്ഷെ പൊതുവേ ലക്ഷദ്വീപിലുള്ള കുട്ടികൾ അവരെ കോട്ടയിൽ വന്നിട്ട് വേണ്ട, അതായത് പല കോട്ടയും ഇപ്പം ഇല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലൊക്കെ ഉണ്ടായിരുന്ന നേരത്തെ തന്നെ പല കോട്ടയും ഇപ്പോൾ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ആ കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയിട്ട് അത് വേണ്ടതുപോലെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അങ്ങനെ പഠനം പൂർത്തീകരിക്കാത്തൊരു കാലഘട്ടം ഇപ്പോൾ വരുന്നില്ല. സാറ് പറഞ്ഞ ഒരു 10-20 കൊല്ലം ബാക്കിലെങ്കിൽ ഞാനത് സമ്മതിക്കുമായിരുന്നു. ഇപ്പോൾ കുട്ടികൾ വരുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. കോഴ്സ് പെർഫെക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യും. അവർക്ക് സാധ്യതകളില്ല, അതുകൊണ്ടാണ് അവർ വന്ന് പഠിച്ചതിന് സാധ്യതകളില്ലാതാകുമ്പോൾ അവർ പഠന വൈകല്യവും പഠനത്തിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള കാരണങ്ങളുണ്ടാവും. പഠിച്ചിട്ടൊരു സാധ്യത, ഒരു കോർപ്പറേറ്റോ അല്ലെങ്കിൽ അവിടെ ഒരു ബിസിനസ്സോ, അവിടെ ഒരു സാധ്യതകളില്ല, എംപ്ലോയ്മെൻറ്റിന് സാധ്യതകൾ ഗവൺമെൻറ് തന്നെ കരിഞ്ഞു ചെയ്യണം. അങ്ങനെ ഒരു സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ പഠനത്തിൽ ചിലപ്പോൾ ബാക്കിലേക്ക് അടിക്കാൻ സാധ്യത കൂടുതലാണ്. ലക്ഷദ്വീപിൽ ഇപ്പോൾ ഉള്ള സ്കൂളുകളൊക്കെ മലയാളം മീഡിയമാണോ ഇംഗ്ലീഷ് മീഡിയമാണോ? രണ്ട് മീഡിയം. കേരള സിലബസാണ്? കേരള സിലബസ് എല്ലാം കേരള. ഞങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ കേരള.
അപ്പോൾ അവിടെ പൊതുവേ ഞാൻ വന്നപ്പോഴും കണ്ടിട്ടുണ്ട്, പുലർച്ചെ ആളുകൾ തെങ്ങിൽ കയറും, ഈ ചെള്ള് എലി ഇതിനൊക്കെ പിടിക്കും. അത് കഴിഞ്ഞ് ഇറച്ചി കച്ചവടം നടത്തുന്നവരുണ്ട്. അത് കഴിഞ്ഞ് നന്നായിട്ട് വസ്ത്രം ധരിച്ച് ആഫീസിൽ പോകും. ഉച്ച കഴിഞ്ഞ് ആഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് മത്സ്യം പിടിക്കാൻ കടലിൽ പോകും. അങ്ങനെ എല്ലാ ജോലിയും ചെയ്യുന്നൊരു സമൂഹത്തെയാണ് കണ്ടത്. അത് ആളുകൾ എല്ലാവരും ഏകദേശം എല്ലാവരും ഒരു സ്ഥലത്തേക്ക് ഫിറ്റല്ല, എല്ലാ സ്ഥലത്തേക്കും ഫിറ്റായ ആളുകളാണ് ദ്വീപിലുള്ളത്. എല്ലാ ജോലിയും എല്ലാ ജോലി എന്ത് കാര്യത്തിലും അറിയുന്നതിനേക്കാളൊക്കെ അറിയാത്ത പണി ചെയ്യുന്നവരാണ്. ചെയ്ത് അത് അറിയുന്നതാക്കി മാറ്റും. അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥമായ ഇടപെടലുകളുണ്ട്. അതേപോലെ ലക്ഷദ്വീപുകാരുടെ കാര്യത്തിൽ എനിക്ക് ശ്രദ്ധപ്പെട്ടത്, ഒരിക്കൽ കപ്പലിലൊരു 10 രൂപ ആരോ നഷ്ടപ്പെട്ടു പോയത്. ഒരു പയ്യൻ ആ 10 രൂപയായിട്ട് കപ്പൽ മുഴുവനും, അത് ടിപ്പു സുൽത്താൻ ഷിപ്പായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ആ കപ്പൽ മുഴുവനും ഈ 10 രൂപയായിട്ട് പയ്യൻ ഇങ്ങനെ നടക്കുകയാണ്. ഇത് ആരുടെയാണെന്ന് ചോദിച്ചത്. അപ്പോഴാണ് എനിക്ക് ഈ ദ്വീപിൻ്റെ ഒരു സത്യസന്ധത, അതായത് ഏതെങ്കിലും ഒരു തെരുവിൽ 100 രൂപ നഷ്ടപ്പെട്ടാൽ പിറ്റേ ദിവസം പോയാൽ അവിടെ കാണുമെന്നുള്ളൊരു കേൾവിയുണ്ട്. ഇപ്പോഴും എങ്ങനെ ആ സത്യസന്ധത അതേപോലെ ദ്വീപിൽ തുടരുന്നുണ്ടോ? ആ നിഷ്കളങ്കത എന്നും ജീവിതത്തിൽ ദ്വീപിലെ പഴയ ആളുകൾ പഠിപ്പിച്ചെന്ന ആ നിഷ്കളങ്കത ഇന്നുമുണ്ട്. അത് കളവ് മോഷണം അതൊന്നും അവിടെ ഇല്ല. വ്യക്തമായ രീതിയിൽ തന്നെ ആ നിഷ്കളങ്കത പഴയ തലമുറ തന്നത് അത് അതുപോലെ പകർത്തിക്കൊണ്ടുപോകും. വിദ്യാഭ്യാസ മേഖലയിലൊക്കെ എങ്ങനെ ആളുകൾ നന്നായിട്ട് പഠിക്കാനുള്ള താല്പര്യം വരുന്നുണ്ടോ? നല്ല ഇപ്പോൾ നല്ല സയൻറ്റിസ്റ്റുമാരും മിനിമം സിവിൽ സർവീസ് കോച്ചിങ് വരെ നല്ല ലെവലിലേക്ക് എത്തി. നല്ല ഡോക്ടേഴ്സ്, നല്ല എൻജിനീയേഴ്സ്, ഇതൊക്കെ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒന്നാണ് ഇവിടെ ഉണ്ട്. ആ മുമ്പ് ഇതൊക്കെ ഈ ഇപ്പോൾ പറയുന്ന പോസ്റ്റുകളിലൊക്കെ കേരളത്തിൽ നാളെ തേടിയെത്തേണ്ടതായിരുന്നു. ഇപ്പോൾ എല്ലാം ദ്വീപുകാരാണ്. എല്ലാം ദ്വീപുകാരാണ്. ഓ, ഈ കാലാവസ്ഥാ വ്യതിയാനം ഭാവിയിൽ ഈ ദ്വീപൊക്കെ വെള്ളത്തിലാവുന്നൊക്കെ പറയുന്നുണ്ട് പൊതുവേ ആളുകൾ, അല്ലെങ്കിൽ വെള്ളം കയറും. ഇതൊക്കെ അവിടുത്തെ ഒരു ജനങ്ങൾ ഒരു വൈകാരികമായിട്ട് എങ്ങനെ അതിനെ സമീപിക്കുന്നത്? അവർ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യവും അവർക്ക് ഭീതിയായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ ഓക്കി ആയാലും സുനാമി ആയാലും മറ്റുള്ള സ്ഥലത്തൊക്കെ ഭീതിയാകുമ്പോൾ ദ്വീപിലെ ആൾക്കാർക്ക് അത് ഭീതിയായിട്ട് തോന്നിയത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇല്ല. അവർക്കത് ഭിന്നശേഷി മേഖലയിൽ ആരെങ്കിലും എൻട്രൻസ് നേടിയിട്ട് അങ്ങനെ ഉയർന്ന പ്രൊഫഷണൽ കോഴ്സിൽ ദ്വീപ് അടുത്ത കാലത്ത് കയറി വരുന്നുണ്ടോ ആളുകൾ? അതോ ദ്വീപിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഭിന്നശേഷി വിദ്യാഭ്യാസ സ്പെഷ്യലിസ്റ്റ് സ്കൂളുകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നോർമൽ സ്കൂളുകൾ ഇൻക്ലൂസീവ് സെറ്റപ്പിൽ പഠിച്ചുകൊണ്ട് വരുന്ന ഒരു സിസ്റ്റമാണ്. അത് അത്ര തരത്തിൽ വിജയിച്ചിട്ടില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അല്ല, അതിൽ നിന്ന് വന്നിട്ട് ആരെങ്കിലും കേരളത്തിലോ ഇന്ത്യയിൽ കുറച്ചുപേര് ഡിഗ്രി PG ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. കുറച്ച് ആളുകൾ കേരളത്തിൽ വിദ്യാഭ്യാസം കേരളം തന്നെയാണ്. ഞങ്ങളാക്കുന്നത് മലയാളീസാണ്, കേരളമാണ്. അത് വ്യക്തമായി തുറന്നു പറയേണ്ടിയിരിക്കുന്നു. കാരണം ദ്വീപിൽ ഒരു 95% ആളുകളുടെ വിദ്യാഭ്യാസവും ലൈഫും കേരളവുമായി സെറ്റിൽ ചെയ്താണ്. കേരളവുമായി ഒരു ഒടുക്കത്തം ബന്ധമുണ്ട്. അല്ല മലയാളികളായിട്ട് പൊതുവെ ഇടപഴകുന്നത് മാത്രമല്ല, വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ അവരുണ്ടാക്കിയെടുത്ത ആ ബന്ധം മലയാളീസുമായിട്ടാണ്. ജീവിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ വന്ന് ജീവിക്കാനും കേരളത്തിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ ദ്വീപിൽ കൂടുതൽ ആളുകൾ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതിയാണ്. നല്ല പുരോഗതിയാണ് വിദ്യാഭ്യാസ മേഖല. നല്ല മേ ബി അടുത്ത കാലം ഒരു 2-3 കൊല്ലത്തിൽ സിവിൽ സർവീസിലേക്ക് പാസ്സാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഞാൻ കാണുന്നു. ഫാറൂഖ് ജീവിതത്തിൽ പൊതുവെ സംതൃപ്തനാണ്. ഈ വെല്ലുവിളികളൊക്കെ നേരിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടില്ല. ഞാൻ സംതൃപ്തനാണ്. പക്ഷേ ഞാൻ ഏറ്റെടുത്ത മേഖലയിൽ ഞാൻ അസംതൃപ്തനാണ്. കാരണം അതിൽ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റാത്തതിൽ അല്ലാതെ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ സംതൃപ്തനാണ്. വളരെ സന്തോഷം. ഹെലൻ കെല്ലർ അവാർഡ് നേടി സജീവമായി പ്രവർത്തിക്കുന്ന എല്ലാ വെല്ലുവിളികളെയും ഒരിക്കലും തൻ്റെ പ്രയാസങ്ങൾ അത് ഫാറൂഖിന് പ്രയാസമായി തോന്നില്ല. മറ്റുള്ളവരോട് സഹതാപിക്കേണ്ട എന്നാണ് ഫാറൂഖ് പറയുന്നത്. ആരുടെ സഹതാപം ഫാറൂഖിന് ആവശ്യമില്ല. ഫാറൂഖ് എല്ലാത്തിനെയും മറികടന്നുകൊണ്ട് എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ആരുടെയും ഒരു സഹതാപം ആഗ്രഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആരുടെയും സഹതാപത്തിൻ്റെ നോട്ടവും ഫാറൂഖിന് ആവശ്യമില്ല. ഇത് ദൈവം തന്ന അനുഗ്രഹമായിട്ട് ഒരു പോരാട്ടത്തിൻ്റെ മുഖമാണ് ഫാറൂഖിന്. ഫാറൂഖ് മുന്നോട്ട് പോവുകയാണ്. വിവാഹിതനാണ്, കുട്ടികളുണ്ട്, ജോലിയുണ്ട്. ഓരോ ദിവസവും സജീവമായി പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. വളരെ അഭിനന്ദനം ഫാറൂഖ്. ഫാറൂഖ് പിന്നെ ഫാറൂഖ് എൻ്റെ ഒരു വിദ്യാർത്ഥി കൂടെയാണ്. വളരെ വർഷങ്ങളായുള്ള പരിചയമുണ്ട്. അപ്പോൾ ഞാൻ ആ നിലക്ക് കൂടെയാണ് ഫാറൂഖായിട്ടുള്ള ബന്ധം. എൻ്റെ വളരെ സ്നേഹം ബന്ധപ്പെട്ട ഒരാളാണ്. അപ്പോൾ ദ്വീപിൽ പോകുമ്പോഴൊക്കെ ഫാറൂഖിനെ കണ്ടുമുട്ടാറുണ്ട്. വളരെ അഭിനന്ദനം. ഈ രംഗത്ത് ഇങ്ങനെ ഈ വളർച്ചയിൽ മറ്റുള്ളവർക്കൊക്കെ ഫാറൂഖ് ഒരു പ്രചോദനമാവട്ടെ. ആരുടെയും പ്രയാസങ്ങൾ അതൊരു പ്രയാസമായിട്ട് കാണരുത്. അത് ദൈവം ഓരോരുത്തരെ ഓരോ തരത്തിലാണ് ദൈവം കണക്കാക്കി. നമ്മളതിനെ നേരിടുക, പൊരുതുക, വിജയിക്കുക. നന്ദി. താങ്ക് യു സർ.